സന്ദീപ് സാറിന് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നും ആതിര മാഡത്തിന്റെ പ്രസവം കഴിയുന്നതുവരെ വിവാഹം നീട്ടിവെക്കണമെന്നും സച്ചി സാറും അർച്ചന മാഡവും ആവതും പറഞ്ഞു നോക്കി. ജോത്സ്യം പറഞ്ഞ പ്രകാരം അത് നടക്കില്ലെന്നായപ്പോ നമ്മൾ എത്ര പറഞ്ഞിട്ടും സന്ദീപ് സാർ ഇന്ന് വന്നിട്ടില്ല. സച്ചി സാറ് മനഃപൂർവ്വമായിട്ട് ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പൊ കാണാനില്ലെന്നും എന്തോ അപകടം പറ്റിയെന്നും ഒക്കെ അർച്ചന മാഡം വന്ന് കരഞ്ഞു പറയുന്നു. ഇതൊക്കെ അവരെല്ലാം ചേർന്ന് കളിക്കുന്ന ഡ്രാമയാണ് സർ. സച്ചി സാറിനെ കണ്ടില്ലെന്ന് വരുത്തി തീർത്ത് ഈ വിവാഹം ഇപ്പൊ നിർത്തിച്ച് നീട്ടിവെക്കാനുള്ള ഡ്രാമ. അവർക്കറിയാം സച്ചി സാറ് ഇന്നൊരു രാത്രി മാറി നിന്നാ ഈ വിവാഹം നടക്കില്ലെന്ന്. ഇതുവരെ അവരുടെ ഉദ്ദേശമെല്ലാം അതേപടി നടന്നു. ഇനിയെല്ലാം നമ്മുടെ തീരുമാനത്തിലാണ്. അത് ധനുഷ് പറഞ്ഞത് ശരിയാന്നാ എനിക്കും തോന്നുന്നേ. അർച്ചന ഒരു കാര്യം തീരുമാനിച്ചാ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോവാൻ അവൾ മടിക്കാത്തവളാ. വിവാഹം നീട്ടിവെക്കാൻ മറ്റൊരു വഴിയില്ലാത്തോണ്ട് അവരെല്ലാം കൂടെ തീരുമാനിച്ചൊരു ഡ്രാമയാവാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയവൻ വേറെ എവിടെ പോവാനാ? ഇത് ധനുഷ് പറഞ്ഞ പോലെ അർച്ചന പറഞ്ഞിട്ട് സച്ചി എവിടെ ഒളിച്ചിരിക്കുന്നത് തന്നെയാ. ഈ നാടകത്തിലൊന്നും വീഴരുത് നന്ദേട്ട. നന്ദേട്ട നോക്കിക്കോ, നാളെ വിവാഹം കഴിഞ്ഞു എന്നറിയുമ്പോ സച്ചി എന്തേലും കള്ളവും പറഞ്ഞുകൊണ്ട് കയറി വരും. ഈ വിവാഹം നീട്ടിവെച്ചാലും മുഹൂർത്തം കഴിയുമ്പോൾ സച്ചി സാർ വരും, എനിക്കത് ഉറപ്പാ. ഇനി തീരുമാനം സാറിന്റെയാണ്. എനിക്കൊരു അപേക്ഷയുള്ളൂ. നാളത്തെ വിവാഹം സ്വപ്നം കണ്ട ഞാനും സ്നേഹയും ഈ നിമിഷം വരെ ജീവിച്ചത് അത് മാറ്റിവെക്കരുത് സർ. അങ്ങനെ മാറ്റിവെച്ച് മറ്റൊരു മുഹൂർത്തത്തിൽ നടത്തിയാൽ അത് ദോഷമാണെന്ന് ജോൾസൺ പറഞ്ഞതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും പിന്നീട് ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. മറ്റുള്ളവരുടെ വാശിക്ക് എന്തിനാ സർ ഞങ്ങളെപ്പോലുള്ളവരെ വിഷമിപ്പിക്കുന്നത്? അതുകൊണ്ട് സാർ ആലോചിക്ക്, ഒരു തീരുമാനത്തിലെത്ത. ഈ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും നാളെ ഈ സമയത്ത് സച്ചി സാർ ഇവിടെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ. ഇനി ഇതിന്റെ പേരിൽ എന്നെ സ്നേഹം പിരിക്കരുത് സർ. ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചു പോയതുകൊണ്ട് പറയുക. പകൽ പക്ഷി സ്വയം പറന്നിങ്ങോ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നിങ്ങോ പോകടലാഴങ്ങളിൽ ഒരു തൂവലുമായി അകലെ നിൽപ്പൂ ജനമോ. എന്നിട്ടെന്താ, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ട പാട്. അതുകൊണ്ടുണ്ടായ ഗുണം എന്താന്ന് വെച്ചാ എന്റെ ഹോസ്റ്റൽ ജീവിതം അതോടുകൂടി അവസാനിച്ചു. ആ, അത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ സച്ചേട്ടനെ എനിക്ക് കിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ ഇത്രയൊക്കെ ഒരു വീരനായിരുന്നു എന്റെ ഭർത്താവെന്ന് ഞാൻ ഇപ്പഴേ അറിയുന്നത്. ഓ,
ഇതുപോലെ ഇനി എന്തൊക്കെയുണ്ട് ഞാൻ അറിയാത്ത കഥകൾ? സമയാവട്ടെ, ഓരോന്നോരോന്നായിട്ട് പറയാം. ഇതുപോലെ കേൾക്കുമ്പോ തലയിറങ്ങുന്നതാണോ അതൊക്കെ? ഏയ്, ഞാൻ അത്രയ്ക്കൊന്നും മോശമായ ഒരാളൊന്നും അല്ല കേട്ടോ. അന്നെനിക്കൊരു അബദ്ധം പറ്റിയതാ. നല്ല അബദ്ധം. പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കി കഴിഞ്ഞെങ്കിലേ ഓഫീസിൽ പോ റെഡിയാവും. ചെല്ല്, ഞാൻ എപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം. ഏയ്, താൻ അവിടെ ഇരിക്കുന്നേ. വീട്ടിൽ സച്ചേട്ടാ, എനിക്ക് ജോലിയുണ്ട്. അതൊക്കെ പിന്നീടാവട്ടെ. വല്ലപ്പോഴും കൂടിയ ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നേ. അയ്യോ, ഇതെന്താ? എന്താ? അടുക്കള ജോലി ചെയ്ത് കരിയും പുകയൊക്കെ അടിച്ച് കൈയുടെ ഒരു കോലം കണ്ടോ? ഓഹോ, അങ്ങനെയാണോ? പിന്നല്ലാതെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അതെ, സംഭവം സോപ്പിംഗ് ആണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഓരോ വർഷം കഴിയും തോറും പ്രായം കുറയല്ല, കൂടുക. അതിനനുസരിച്ച് നമ്മുടെ കയ്യിലും മുഖത്തും ഒക്കെ വ്യത്യാസം വരും. ശരീരം ചുളുങ്ങും. അതിനൊക്കെ വെറുതെ ആണെങ്കിൽ പോലും ടെൻഷൻ അടിക്കരുത്. അതൊക്കെ സ്വാഭാവിക. തന്റെ ക്യൂടെക്സ് കണ്ടോ? കണ്ടോ കുറച്ചൊക്കെ പോയിരിക്കുന്നേ. ഇതൊക്കെ താൻ ശ്രദ്ധിക്കുന്നില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നൊരു കാര്യം ചെയ്യാം നമുക്ക്. ഞാനൊന്നും ഓഫീസിൽ പോകുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി പുറത്തു പോയി കുറേ സാധനങ്ങൾ വാങ്ങാം. ബ്യൂട്ടി പാർലറിലും കയറാം. എന്നിട്ട് മൊത്തത്തിലൊരു സുന്ദരിയാക്കി എടുക്കാം. അതെന്താ, ഇപ്പൊ ഞാൻ സുന്ദരിയല്ലേ? അതെ, അതീവ സുന്ദരിയാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. സച്ചേനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ, വേഗം ചോദിക്കേ. വയസ്സാവുമ്പോ ഈ സ്നേഹമൊക്കെ കുറയോ സച്ചേട്ടന്? ഇതൊക്കെ പറഞ്ഞുകൊണ്ടല്ല കേട്ടോ ഞാൻ ചോദിക്കുന്നത്. സച്ചേട്ടൻ എന്നോട് കൂടുതൽ ഇഷ്ടം കാണിക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഭയം തോന്നാറുണ്ട്. ഇത് ജീവിതമാണ്, സാഹചര്യങ്ങളാണ്. കൂടെയുള്ളവർ എപ്പോൾ വിട്ടിട്ട് പോകുന്നറിയില്ല. പക്ഷേ ചില സന്തോഷ നേരങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്നു കയറുന്ന പേടി അതൊക്കെ. പ്രാർത്ഥനകളുടെ ഫലമാണോ, ഭാഗ്യമാണോ, വിധിയാണോ എന്നൊന്നും എനിക്കറിയില്ല. സച്ചേട്ടനോടൊപ്പമുള്ള ഈ ജീവിതം എന്നെ സംബന്ധിച്ച് സ്വർഗതുല്യ. സച്ചേട്ടനോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, കൂടുതൽ ചിരിക്കുന്ന ദിവസം എനിക്ക് പേടിയാന്ന്. ഇതിനപ്പുറം ഒരു സങ്കടം വരാനുണ്ടോന്ന് ഓർത്ത് അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ ഇനി തനിക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട. ഞാൻ തന്നെ വിട്ട് എങ്ങും പോവില്ല. താൻ വയസ്സായെന്ന് കരുതി എനിക്ക് തന്നെ മറക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ എനിക്കൊപ്പം വയസ്സാവില്ലേ എന്ന് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമോ? ഇതുവരെയുള്ള കാര്യം അറിയില്ല. ഇനി അങ്ങോട്ട് ഇതിലും വലിയ വിഷമഘട്ടങ്ങൾ വരാനുണ്ടെന്നോർത്ത് സന്തോഷിക്കേണ്ട സമയം കൂടുതൽ സന്തോഷിക്കണം. എന്നോടൊപ്പമുള്ള തന്റെ ജീവിത ഗ്യാരണ്ടി ലൈഫ് ടൈമാ. മരണം കൊണ്ടല്ലാതെ സച്ചിയും അർച്ചനയും ആർക്കും പിരിക്കാനാവില്ല. എന്നോ വയസ്സാവുന്നും കരുതി ഇപ്പോഴും താനതോർത്ത് വിഷമിക്കണ്ടോ? അല്ലെങ്കിലും ഞാൻ തന്നെ കുറച്ച് കൂടുതലായി സ്നേഹിക്കുമ്പോൾ അതിനിടയ്ക്ക് താൻ വിഷമിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പതിവാ. എന്നാ ഇന്ന് ഞാൻ വിഷമിക്കുന്നില്ല. താൻ ചിരിച്ചേ. ചുമ്മാ ചിരിക്കണോ? ഞാൻ തന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. സന്ധ്യാസൂര്യൻ തിഴമഞ്ഞിൽ നീങ്ങും പോലെ ഒരു പാവം പൂമൊട്ടായി ചേർന്നു വന്നു. കരയാതെ കണ്ണീർ മുത്തേ കണ്ണിറയെ കണ്ടോട്ടേ നീ കളിലത്തെ അമ്മച്ചിമിഴിൽ മധുരം.
നാട്ടുമ്പോൾ നാട്ടിലമേറങ്ങും പോലെ ഇതൊക്കെന്നും പുണ്യം വിളമ്പി വയ്ക്കാം നിന്നെ വിടാം കൊണ്ട് നീരാട്ടാം പിന്നെ 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 എന്നോടം പറയാതെ സ്വയം പറഞ്ഞോ. മുടിമാടി കെട്ടാൻ പോലും അറിയാത്ത കാലം നിന്നെ ഒരു കോടി സ്നേഹത്താൽ ഞാൻ ഉമ്മ വച്ചു. നെയ്യാ നീ വാടും നേരം തണുക്കാൻ നിന്നു ചാരെ എരിവേനൽ കാട്ടിൽ നിന്നും കാത്തു വച്ചു. മൊഴിയവിൽ വെറുതെ വളരെ എന്നാദ്യം തോന്നി വളർന്നാലുമെന്നും നീ ഒരു തന്നെ നിന്നെ കിനാവ് കൊണ്ട് താരാട്ടാം. സച്ചി സാറ് മനഃപൂർവ്വമായിട്ട് ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ കാണാനില്ലെന്നും എന്തോ അപകടം പറ്റിയെന്നും ഒക്കെ അർച്ചന മാഡം വന്ന് കരഞ്ഞു പറയുന്നു. ഇതൊക്കെ അവരെല്ലാം ചേർന്ന് കളിക്കുന്ന ഡ്രാമയാണ് സർ. നന്ദ, സച്ചി ഇതുവരെ വന്നില്ലല്ലേ? ഇല്ലച്ചാ. നീ ഇറങ്ങിയൊന്ന് അന്വേഷിക്കും. ഇനിയും എത്രയെന്ന് കരുതിയാ അവനെങ്ങനെ നോക്കിയിരിക്കുന്നത്? അന്വേഷിച്ചാലും കണ്ടെത്താൻ പാടായിരിക്കും അച്ഛാ. അവനായി തന്നെ ഇങ്ങ് വന്നോളൂ. ഈ രാത്രി എവിടെ പോയി അന്വേഷിച്ചാലും അവനെ കിട്ടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ എന്ത് സമാധാനത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്? എങ്ങോട്ട് പോയെന്നോ എന്തു പറ്റിയെന്നോ അറിയണ്ടേ? അവനൊന്നും പറ്റില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. നാളെ അവനായിട്ട് എന്നെ ഇങ്ങ് വന്നോളൂ. എനിക്കുറപ്പാ. നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നതൊക്കെ വെറുതെ ആവുകയും ചെയ്യും. അച്ഛാ, അവൻ വിളിക്കോ മറ്റോ ചെയ്തോ മോളെ? ഇല്ല അച്ഛാ, അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. സമാധാനം ഇല്ലാത്തോണ്ട് ഞാൻ ACP സാറിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അവരൊന്ന് അന്വേഷിക്കട്ടെ. ഇപ്പോ പോലീസിൽ അറിയിക്കണ്ടായിരുന്നു മോളെ. ചിലപ്പോ രാത്രി തന്നെ അവനിങ്ങ് വന്നാലോ? സച്ചേട്ടൻ അങ്ങനെ വരില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ എപ്പോഴേ വന്നേനെ. അച്ഛൻ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നാളെ ഒരു വിവാഹം നടക്കാൻ പോകുന്ന വീടായത്. ഇന്ന് രാത്രി ഇവിടെ പോലീസ് കയറിയിറങ്ങിയ നാട്ടുകാരെന്ത് വിചാരിക്കും? അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. നാട്ടുകാരെന്ത് വിചാരിച്ചാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അച്ഛാ. എന്റെ സച്ചേട്ടനെ എനിക്ക് വേണം. അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നെങ്കിലും എനിക്ക് അറിയണം. ഒന്ന് വിളിച്ചിട്ടോ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടോ മണിക്കൂർ ഇത്രയായില്ലേ. ഇനിയും കാത്തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അർച്ചന എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത്? സച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നാണോ? അങ്ങനെയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോയവർ വെറുതെ അവനെ പിടിച്ചു വെച്ചേക്കുവോ?
പണത്തിന് വേണ്ടിയാണെങ്കിൽ അവരൊന്ന് വിളിക്കെങ്കിലും ചെയ്യില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും അല്ലാതെ അവൻ മറ്റെവിടെയോ ആണ്. ഉദ്ദേശവും അവന് മാത്രമേ അറിയൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, അവൻ ഇന്ന് രാത്രി വന്നില്ലെങ്കിലും നാളെ അവൻ എന്തായാലും വരും. എനിക്കത് തീർച്ചയാണ്. എനിക്ക് ആ തീർച്ച ഇല്ലാത്തോണ്ടാ നന്ദേട്ടാ ഞാൻ പോലീസിൽ അറിയിച്ചത്. എന്ത് നടന്നതായാലും അവരന്വേഷിക്കട്ടെ. മനസ്സിൽ തോന്നുന്ന ഊഹങ്ങൾ വെച്ച് എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. എന്തിനായാലും ഒരു ഉത്തരം വേണം എനിക്ക്. അതും ഇന്ന് രാത്രി തന്നെ. ഹലോ സാർ. എന്തായി കാര്യങ്ങളൊക്കെ? ബോധം വന്ന നേരം മുതൽ അവൻ ഭയങ്കര ബഹളമാണ്. ചുറ്റുവട്ടത്ത് മറ്റ് വീടുകളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സൂക്ഷിച്ചോണം. ഒരു കാരണവശാലും അവൻ പുറത്ത് ചാടരുത്. മയക്കാനുള്ള ഡോസ് എന്തെങ്കിലും അവന് വീണ്ടും കൊടുത്തേക്ക്. അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ ഒറ്റയ്ക്ക് പോകാൻ വേണ്ട. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. അവൻ ആ സച്ചി ഭയങ്കര ബഹളമാണെന്ന്. ബഹളം ഉണ്ടാക്കാതിരിക്കാൻ അവനെ നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് അയച്ചൊന്നും അല്ലല്ലോ, തട്ടിക്കൊണ്ടുപോയതല്ലേ. അപ്പൊ ഇത്തിരി ബഹളമൊക്കെ വെക്കും. ഞാൻ എന്തെങ്കിലും ചെയ്ത് മയക്ക് കിടത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ എന്താ എന്റെ പുറകെ ഇങ്ങോട്ട് വന്നത്? സച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ആ അർച്ചന ACP വിളിച്ചിട്ടുണ്ട്. കളക്ടർ ശാലിനിയും വിളിച്ചു എന്ന് തോന്നുന്നു. താമസിയാതെ ഇവിടേക്ക് പോലീസ് വരും. നീ ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. അവരെന്തേലും ചോദിച്ചാൽ അവർക്ക് സംശയം വരാത്ത രീതിയിലുള്ളൊരു മറുപടി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എവിടെയും പാളിയാ അറിയാലോ. നീ എന്നെ കൂടി പറഞ്ഞ് പേടിപ്പിക്കാതെ. നാളെ കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. നാളെ കൂടെ കഴിയാൻ ആ പാട്. അത് ഇന്ന് രാത്രി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നോക്കട്ടെ. പോലീസ് എത്തിയിട്ടുണ്ട്, നീ വാ. സാർ, എൻ്റെ പേര് നന്ദകുമാർ. ഞാൻ സച്ചിദാനന്ദൻ്റെ ഏട്ടനാണ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നാളെ എൻ്റെ അനിയത്തിയുടെ വിവാഹമാണ്. അപ്പോൾ ഇന്നിവിടെ പോലീസൊക്കെ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. സച്ചിദാനന്ദനെ കാണാനില്ല എന്നുള്ളത് അർച്ചനയുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. എനിക്കുറപ്പുണ്ട് അവൻ മറ്റെവിടെ പോയതാ. ഇന്നോ നാളെയോ തിരിച്ചു വരികയും ചെയ്യും. അർച്ചനയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഇന്ന് രാത്രി നിങ്ങൾ വന്ന് ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ട് മാത്രമല്ല, എല്ലാവർക്കും വിഷമാവുകയും ചെയ്യും. അതുകൊണ്ട് ദയവായി തിരിച്ചു പോകണം. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പരാതിയില്ല. നാളെ കൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പരാതി തന്നോളാം സാർ. സാർ പ്ലീസ്. മിസ്റ്റർ നന്ദകുമാർ, നാളെ നിങ്ങളുടെ സഹോദരിയുടെ വിവാഹമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ മിസ്സിംഗ് കേസ് എങ്ങനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റും? സച്ചിദാനന്ദൻ മിസ്സിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് അർച്ചനയ്ക്ക്
അങ്ങനൊരു സംശയം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ. അതിനെല്ലാം പുറമെ ജില്ലാ കളക്ടർ ശാലിനി മാഡത്തിന്റെ റെക്കമെൻഡേഷനും ഉണ്ട്. ഇനി അർച്ചന എന്ന സച്ചിദാനന്ദന്റെ ഭാര്യ കേസ് പിൻവലിച്ചാൽ തന്നെ ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ. കാരണം കാണാതായിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ വലിയൊരു ബിസിനസ്മാനെയാണ്. എന്ന് പറയുമ്പോൾ സൊസൈറ്റിയോട് അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ളയാൾ. അങ്ങനെയുള്ളൊരു ബിസിനസ്മാനെ കാണാനില്ലെന്ന് പറയുമ്പോൾ പരാതി തന്നില്ലെങ്കിലും അന്വേഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. സോ നിങ്ങൾ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ ഈ വരവ് നിങ്ങളുടെ അനിയത്തിയുടെ വിവാഹത്തിന് ഒരു തടസ്സവും ആവില്ല. ആരെയും ഞങ്ങളായിട്ട് വിഷമിപ്പിക്കുകയില്ല. അകത്തേക്ക് വരണം സാർ.